ഹലോ ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി റെഡി ആവുകയാണേ. അപ്പോൾ മോനും അടുത്ത് വന്ന് അവന് റെഡിയായി. അവന് ഈ ഷർട്ട് വേണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധമായിരുന്നു കേട്ടോ. അങ്ങനെ അതിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സാരിയൊന്നും എടുക്കുന്നില്ല. എനിക്ക് കംഫർട്ടായിട്ട് ഇടാൻ കുർത്തയാണ് എനിക്ക് സുഖം. അതാകുമ്പോൾ നല്ല സുഖമായിട്ട് ഇട്ടിട്ട് പോവാം. അതുകൊണ്ട് ഞാനിന്ന് കുർത്തയാണ് ഇടുന്നത്. പിന്നെ സിമ്പിൾ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമ്മുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീന്, പിന്നെ കണ്ണെഴുതും, അത്ര തന്നെയാണ്. അങ്ങനെ വേറെ കൂടുതലൊന്നുമില്ല കേട്ടോ. അങ്ങനെ റെഡിയായി നമ്മൾ പോയി, കല്യാണത്തിന് പോയി. പിന്നെ ഊണൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കല്യാണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. കുറച്ച് നാളായി കേട്ടോ സദ്യ കഴിച്ചിട്ട്. അപ്പോൾ സദ്യ കഴിച്ചു. രാവിലെ തന്നെ ആയിരുന്നു കല്യാണം. അപ്പോൾ സദ്യ കഴിച്ചു. പിന്നെ ഞാൻ ഈ ഫൗണ്ടേഷനൊക്കെ ചിലപ്പോൾ ഇടും കേട്ടോ. ഇന്ന് വലിയ മൂഡൊന്നും തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല കേട്ടോ. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, രാവിലെ എണീറ്റ് ഒന്ന് കുറച്ച് നേരം വെളിയിൽ നിൽക്കുകയാണ്. ഇത് മോനുവിൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ചെറുതായിട്ട് വയ്യായിക കിട്ടിയോ എന്ന് ചെറിയ സംശയം കേട്ടോ. എനിക്ക് ബോഡി പെയിൻ ഉണ്ട്. പനി വരുമ്പോൾ ഉള്ള ബോഡി പെയിനില്ലേ, അപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം പോലെ. അപ്പോൾ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യ കേട്ടോ. പിന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ, അതുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ രാവിലെ എണീറ്റ് ഫേസൊക്കെ വാഷ് ചെയ്ത് ഞാനിന്ന് ലേറ്റായിട്ടാണ് എണീറ്റത് കേട്ടോ. ഒരു 6:30 എണീറ്റു. പക്ഷേ 7 മണി വരെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്ന് കേട്ടോ. എനിക്ക് എന്തോ ഒരു വയ്യായിക, ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ. അപ്പം തന്നെ കുഞ്ഞു എണീറ്റ് വന്ന് കുഞ്ഞുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അവിടെ പോയി ഇരുന്നോളാൻ പറഞ്ഞു. അവൻ്റെ അടുത്ത് പറഞ്ഞാലൊന്നും കേൾക്കില്ല കേട്ടോ. കുറച്ച് നേരം കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. കുറച്ച് വികൃതിയുള്ള പ്രായമല്ലേ ഈ പ്രായം എന്ന് പറയണത്, അതുകൊണ്ടുള്ളൊരിതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് എനിക്കിന്നിനി തുടയ്ക്കണം കേട്ടോ. കുറച്ച് ദിവസമായി തുടച്ചിട്ട്. അപ്പം നല്ല ജോലിയുണ്ട്, തൂത്ത് തുടയ്ക്കണം. അപ്പോൾ ഇന്ന് ഞാൻ അപ്പമാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പവും നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി. എനിക്ക് നന്നായിട്ടൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, അറിയാമെന്നുള്ളതാണല്ലോ എല്ലാവർക്കും എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഉരുളക്കിഴങ്ങ് കറി, അപ്പവും. ഇന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല. എനിക്ക് ഈ പനി എനിക്ക് ചെറുതായിട്ട് വന്നോ എന്ന് സംശയമുണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞില്ലേ ഈ ബോഡി പെയിൻ്റെ കാര്യം. അങ്ങനെ തന്നെ നമ്മൾ സവാള സാദാ ചെയ്യുന്ന പോലെ തന്നെ ഓയിലൊഴിച്ച് കടുവറുത്ത്, പിന്നെ ഇഞ്ചി ഇട്ട്, വെളുത്തുള്ളി ഇട്ട്, സവാള വഴറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, പിന്നെ നമ്മുടെ പച്ചമുളക് അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചൂടുവെള്ളം, തിളച്ച വെള്ളം ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചേർക്കുന്നത്. ചൂടുവെള്ളം മാത്രമേ കുക്ക് ചെയ്ത് ഹാഫ് കുക്കാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കാവൂ. പിന്നെ നമ്മുടെ അപ്പവും ഉരുളക്കിഴങ്ങ് കറിയും റെഡിയായി. നല്ല ടേസ്റ്റായിരുന്നു. അവരൊക്കെ ടേസ്റ്റാണെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു വയ്യായികയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ അടുത്തിനി പാത്രം കഴുകലാണ് എൻ്റെ പണി എന്ന് പറയണത്. ഇനി പാത്രങ്ങളെല്ലാം കഴുകി എനിക്കിനി ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കണം കേട്ടോ. ഉച്ചയൂണിന് ഞാൻ ഇന്ന് വിചാരിക്കുന്ന പയറ് തോരനും കീര ഇന്നലെ വാങ്ങിച്ച് അരിഞ്ഞു വെച്ചു കേട്ടോ. പക്ഷേ ഞാൻ കറി വെച്ചില്ല. അപ്പോൾ അതുണ്ട്, അതെന്തായാലും കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അത് വെക്കുകയാണ്. പക്ഷേ കീര ഇവിടെ ആർക്കും ഇഷ്ടമില്ല, എനിക്കും തീരെ ഇഷ്ടമില്ല കേട്ടോ. ചിലപ്പം കഴിക്കും, ചിലപ്പോൾ എനിക്ക് ഇന്ന് വയ്യാത്തത് കാരണം എനിക്കറിയില്ല കേട്ടോ. വച്ചിട്ട് ഇനി കളയേണ്ടി വരുമോ എന്നൊരവസ്ഥയാണ്. എന്തായാലും വെക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഇനി അങ്ങനെ പിന്നെ പയർ ഞാൻ വയ്ക്കുകയാണ്. കടു ഇട്ടിട്ട് ഈ കറിവേപ്പിലിടുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷമാണ് കേട്ടോ. നല്ല പ്രോട്ടീൻ സംഭവങ്ങളൊക്കെ ഇറങ്ങും, ഭയങ്കര ഗുണങ്ങളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ പിന്നെന്താണ്, പയറിട്ട്, പ്രോട്ടീൻ അല്ല കേട്ടോ, പയർ പ്രോട്ടീനാണ്. ഞാൻ കറിവേപ്പിലയുടെ കാര്യം പറഞ്ഞതാണ്. തോരന് നമ്മൾ ചതച്ചെടുക്കുകയാണ് ചെയ്തത്. മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇത്രയും തന്നെ കേട്ടോ. വീണ്ടും ഞാൻ പാത്രം കഴുകാനാണ്. കാരണം കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വയ്ക്കണം. വെള്ളം തീർന്നേ, അങ്ങനെ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ശേഷം ഇനി ഇതെൻ്റെ പാത്രം കേട്ടോ. എനിക്ക് ഭയങ്കര ഉപയോഗമുള്ള പാത്രമായിരുന്നേ. കാരണം ഇൻഡക്ഷനിൽ പെട്ടെന്ന് എനിക്ക് വെള്ളം തിളപ്പിച്ച് കിട്ടുമേ. ഇപ്പോൾ നമുക്ക് വയ്യെങ്കിലോ അല്ലെങ്കിൽ ഒരു ചായ ഉണ്ടാക്കണോ എങ്കിലോ എല്ലാം ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വെള്ളം തിളപ്പിച്ച് കിട്ടും കേട്ടോ ആ പാത്രത്തിൽ. പിന്നെ ഇനി ഞാൻ കുറച്ച് എല്ലാ മുറിയും തൂത്തിട്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓരോ റൂമായിട്ട് തുടയ്ക്കാമെന്ന് വിചാരിച്ചേ. അപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ പതുക്കെ ബാക്കി റൂമൊക്കെ ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം അടുക്കളയിൽ ഞാൻ ഒന്ന് നന്നായിട്ട് കുറച്ച് വെള്ളം കുറച്ച് നന്നായിട്ട് വെള്ളം ആ ബ്രഷിലുണ്ട് കേട്ടോ. ഒരു തവണ തുടച്ച് ഇനി രണ്ടാമത്തെ തവണ ഒന്നും കൂടി തുടയ്ക്കുകയാണ്. താഴത്തെ റൂം ഫുള്ളും ഞാൻ തൂത്ത് തുടയ്ക്കും. മേളിൽ കയറി എനിക്ക് തൂത്ത് തുടയ്ക്കാൻ ഇപ്പം പറ്റില്ല, കാരണം മോനുണ്ട്. അപ്പോൾ 2 പേരും ഉണ്ട് കേട്ടോ. നന്ദുക്കുട്ടിക്ക് സ്കൂളിൽ പോകണ്ട, അപ്പം മോനും ഉണ്ട്. അപ്പോൾ 2 പേരും കളിക്കും, കുറച്ച് കഴിഞ്ഞ് വഴക്കുണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ കയറുമ്പോൾ മോനുവിന് എൻ്റെ കൂടെ കയറണം കേട്ടോ. പിന്നെ അറിയാമല്ലോ, നമുക്ക് കയറി മേളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം അത്ര സേഫ് അല്ല, അതുകൊണ്ട് എനിക്കൊരു പേടി കേട്ടോ. അപ്പം ഞാനിപ്പോൾ എന്തായാലും കൊണ്ടുപോയാലും എനിക്ക് തുടയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകണില്ല. ഇനി ഹസ്ബൻഡ് വന്നിട്ട് ഞാൻ ഹസ്ബൻഡും കൂടി മാറി തുടയ്ക്കും കേട്ടോ.
ഞാൻ ഒരു 2 മുറി തുടയ്ക്കും, ആൾ ബാക്കി 2 മുറി തുടയ്ക്കും. ആ സമയത്ത് ഒരാൾ കുഞ്ഞുങ്ങളെ നോക്കും, ഒരാൾ തുടയ്ക്കും. അങ്ങനെയാണ് കേട്ടോ, അല്ലാതെ പറ്റില്ല കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എനിക്കിനി ഞാനിപ്പം അടുക്കള തുടച്ച് ഇനി എല്ലായിടവും ഓരോ സമയമായിട്ട് തുടയ്ക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കണത് ഇന്ന് തന്നെ താഴത്തെ റൂമെല്ലാം ഇന്ന് തന്നെ തുടയ്ക്കാമെന്നാണ്. പിന്നെ മോന് വന്നിട്ട് എനിക്ക് നട്ട്സ് വേണമെന്ന് പറഞ്ഞ് പിന്നെ ഞാൻ എടുത്ത് കൊടുത്ത് കേട്ടോ. ഈ ബോട്ടിലാണ് നട്ട്സ് ഇട്ടേക്കുന്നത്. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ബോട്ടിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് എയറൊന്നും കടക്കാതെ നമുക്ക് സാധനങ്ങൾ വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മുട്ട പൊരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം മുട്ട ഇനി അടുത്ത് നമുക്ക് 3 പേർക്കും കൂടി ഒരു ഓംലെറ്റ് ഉണ്ടാക്കാമെന്ന്. ഒരു ഓംലെറ്റ് അല്ല, 3 പേർക്ക് ഓരോ ഓംലെറ്റ് ചെയ്ത് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ മുട്ടയൊക്കെ റെഡിയാക്കി. സത്യം പറഞ്ഞ് ഞാൻ ഊണ് കഴിച്ചിട്ടാണ് വീഡിയോ എഡിറ്റ് ചെയ്യണത്, വോയിസ് കൊടുക്കണം കേട്ടോ. ഞാൻ എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല കേട്ടോ. എനിക്കൊന്നും ടേസ്റ്റ് തോന്നിയില്ല കേട്ടോ. എനിക്കെന്തോ പോലെയാണ് ഇരുന്നത് കേട്ടോ. പിന്നെ ഞാൻ മുട്ട പൊരിക്കാൻ വേണ്ടി എനിക്ക് മാത്രം കാന്താരി മുളകും കുറച്ച് സവോളയും കൂടി ഇട്ടിട്ട് മുട്ട പൊരിച്ചു കേട്ടോ. നന്ദുവിനും പച്ചമുളകൊന്നും വേണ്ടെന്ന് പറഞ്ഞ്, അപ്പോൾ അങ്ങനെ പൊരിച്ച് എല്ലാവരും കൂടി കഴിച്ചു. എനിക്കും മോനും കൂടി ഞാൻ എപ്പോഴും ചോറ് മിക്കവാറും ഒത്താണ് എടുക്കണേ കേട്ടോ. എന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടി കഴിക്കും. ഞാൻ അവനും വായിൽ വെച്ചു, എനിക്കും വായിൽ വെച്ചിട്ടാണ് കഴിക്കുന്നത്. അങ്ങനെ അപ്പം പെട്ടെന്ന് തീരുമല്ലോ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെന്താണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ഹാപ്പി ഓണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.